it's me once again. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ബർത്ത്ഡേ ഫ്രെയിമിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യണം എത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് വേണ്ടത്. അപ്പോൾ അത് ഉള്ളവർ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉള്ളവർ എടുക്കുക, ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ ഞാനിത് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സീബ്ര ലൈൻ ആണല്ലോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സീബ്ര ലൈൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സീബ്ര ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ചെക്ക് ബാക്ക്ഗ്രൗണ്ട്, ചെക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു നീളത്തിലുള്ള ആ ഒരു കള്ളിയല്ല കിട്ടുക, ഇങ്ങനെയുള്ള ചെക്ക് മോഡലാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സീബ്ര ലൈൻ ബാക്ക്ഗ്രൗണ്ട്, സീബ്ര ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അടിച്ചാലും ആ ഒരു പാറ്റേണിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തത് ഇതായിരുന്നു. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് ചെക്ക് ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതങ്ങനെ ഇഷ്ടമായപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുത്താണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളികൾ ഇങ്ങനെ കാണുമ്പോൾ അതെടുക്കുക. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ കള്ളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എടുക്കുക. അപ്പോൾ ഏതായാലും ഈ ഒരു പാറ്റേണാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ആ ഒരു സീബ്ര ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് കുറച്ച് ടൈം നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ആകും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് എനിക്കിപ്പോൾ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സീബ്ര ലൈന് ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിച്ചെടുത്ത് തന്നെ ചിലപ്പോൾ ആ ഒരു മോഡലിൽ കിട്ടും. ഓക്കെ, ആ ലൈന് കിട്ടും. പിന്നെ നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് A5 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ A5 സൈസാണ് ചെയ്യുന്നത്, A4 അല്ല, A5 ആണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് A4 ഫ്രെയിമാണ് വേണ്ടെങ്കിൽ A4 ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് A5 ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ A5 ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ A5 എടുത്തു. അതിൽ ബ്ലാങ്ക് പേജ്, ഒന്നുമില്ലാത്ത പേജ് എടുക്കുക. ഓക്കെ, അപ്പോൾ ചിലരുടെ അതിൽ ബ്ലാങ്ക് പേജ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ബ്ലാങ്ക് അല്ലാത്ത പേജ് എടുത്തിട്ട് അതിൽ ഓരോ എലമെൻറ്റ്സും ഡിലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് പേജിലോട്ട് ഇത് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ പേജിൽ സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു പണിയും കൂടെ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി. നമുക്ക് ആദ്യം പിക്സാർട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പിക്സാർട്ട് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ ഒരു ഫോട്ടോ ഷേപ്പിലാക്കി എടുക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം. ആഡ് ഫോട്ടോ എന്നുള്ളിൽ പോവുക, പിക്സാർട്ട് എടുക്കുക, ആഡ് ഫോട്ടോ എന്നുള്ളിൽ പോവുക. അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് ആ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ എടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് ഒരു ഫോട്ടോ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പരസ്യം വരുന്നത് അതാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഈ ബോർഡർ രണ്ടാമത്തെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഫോട്ടോ സൈസിൽ ഇപ്പോൾ കിട്ടിയില്ലേ നമ്മുടെ ഫോട്ടോ. വീണ്ടും ഇതേ പരസ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത് സേവ് ആക്കുകയാണ്. അങ്ങനെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ക്യാൻവ ആപ്പ് തന്നെ എടുക്കുക കേട്ടോ. ഓക്കെ, ക്യാൻവ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഗാലറി പോവുക, ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ 2 ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം ചെയ്യുന്ന കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ മതി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗാലറിയിൽ ഞാൻ വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു
കോഡ്സ് അത് ഇനി ഹാപ്പി ബർത്ത്ഡേ മാത്രമാണോ എന്തോന്നറിയില്ല, സോറി, ഇനി കണ്ടാലേ അറിയുള്ളൂ. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ ഓരോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഉള്ളത്. അപ്പോൾ അത് ഞാനൊരു ഇതിൽ വെച്ച് കൊടുക്കുന്നു. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയും കൂടെ ഞാൻ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഫോട്ടോ ആണ് നിങ്ങൾക്ക് വെക്കാനുള്ളതെങ്കിൽ ഈ ഫോട്ടോ കുറച്ചിങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുക്കുക. പിന്നെ മറ്റേ ഫോട്ടോ മറ്റേ വശത്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഫോട്ടോ താഴെ വെച്ച് കൊടുക്കുക, ഒരു ഫോട്ടോ മുകളിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങളത് പഠിക്കൂലല്ലോ, അതേ അപ്പടി നിങ്ങൾ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങളെ കഴിവും ഇതിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരാൾ ചെയ്ത് അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും നമ്മൾ പിന്നെ കൂടുതൽ പഠിക്കൂല. അതേപോലെ ചെയ്യാമെന്നല്ലാതെ നമ്മൾ കൂടുതൽ പഠിക്കൂല. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളേതായ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്, സേവ് ആക്കി. ഓക്കെ, A5 സെറ്റായിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ക്യാൻവ ആപ്പ് തന്നെ എടുക്കുകയാണ്. അത് നമുക്ക് A4ലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ക്യാൻവ ആപ്പ് എടുക്കുക. അതിൽ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ A4 ഡോക്യുമെൻ്റ് എന്ന് താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ആ ഫ്രെയിം ചെയ്ത സമയത്ത് A4ലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം A5ൽ ചെയ്ത് സെറ്റായിട്ട് പിന്നെ ഈ A4ലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് A4 ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും A4 എടുത്തിട്ട് അത് കറക്റ്റ് സൈസ് ആവുമോ എന്ന് പേടി വരുമോ എന്നുള്ളതുകൊണ്ടാണ് ആദ്യം A5ൽ സെറ്റ് ചെയ്തിട്ട് അത് പിന്നെ ഇതിലേക്ക് ജസ്റ്റ് മാറ്റിയാൽ പോരെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് A4ൽ ചെയ്യാൻ റിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ A4 ഡോക്യുമെൻ്റ് എടുത്തു. അതിൽ നമ്മൾ A5ൽ ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഗാലറി പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, ഗാലറി പോവുക, ഈ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതിയാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ A4 എടുത്തിട്ട് ഇതിൻ്റെ പകുതി ഡിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പകുതി ഇങ്ങനെ സൈസ് കറക്റ്റ് ആവുമോ എന്നുള്ള പേടി ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് ആദ്യം A5ൽ ചെയ്തിട്ട് പിന്നെ ഈ സൈസ്, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. മറ്റേതാകുമ്പോൾ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എങ്ങനെ അത് കറക്റ്റ് ആയിക്കണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ വശം ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് സേവ് ആക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മാക്സിമം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.